നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത്. ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ നിലയിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ LDFകാർ വലിയ തോതിൽ തടിച്ചുകൂടാറുണ്ട്. എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ്. പതിവ് പോലെ LDFകാരുണ്ട്, എന്നാൽ LDFകാരാണോ, അറിയപ്പെടുന്ന LDFകാരാണോ ഇതേവരെ LDFിൻ്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ, അവരാണോ കൂടുതലുണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രമുഖരായ LDF നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനിടയായി. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആശ്ചര്യമില്ല. ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം സ്വരാജിനില്ല. ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് കാണുന്ന ഈ ജനപങ്കാളിത്തമുള്ള കൺവെൻഷൻ. എല്ലാം കൊണ്ടും നല്ല തുടക്കമായി എന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. LDFന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകും എന്നതാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള വികാരം. ഈ മണ്ണിൻ്റേതായ പ്രത്യേകതകൾ പലതുണ്ട്. കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാം എല്ലാം ഓർത്തു പോകും. പൊതുപ്രവർത്തനത്തിനിടയ്ക്ക്